ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ബി അല്ല കില്ലർ ബീൻ്റെ ഷൂട്ടിംഗ് ഗെയിം. കില്ലർ ബീനെ അറിയാമല്ല, പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കാണും. ഷൂട്ട് ചെയ്ത് പോകേണ്ട. അപ്പം ഷൂട്ട് ചെയ്തിട്ട് പോകാന്ന് പറയുമ്പം ഷൂട്ടിങ് കൂടാണ്. ഷൂട്ടിങ് മാത്രമേ ഇല്ലു അതിൽ. അപ്പം ഷൂട്ട് ചെയ്ത് നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ പോയതിന് ശേഷം ഓരോരാൾ കൊന്ന് അതത്ര മാത്രമേ ഉള്ളൂ. കില്ലിങ് മാത്രം. അതായത് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് നോർമൽ ബുള്ളറ്റ് കൊല്ലാൻ കുറേ ടൈം എടുക്കും. പിന്നെ വേറെ ഒരു ബുള്ളറ്റും കൂടി കിട്ടും, അത് കുറച്ചും കൂടി സ്പീഡ് കൊല്ലാൻ പറ്റും. പിന്നെ കുറേ ബുള്ളറ്റ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് കിടക്കിടാന്ന് പറഞ്ഞ് കളി തീർക്കാം. അപ്പം പിന്നെ ഞാൻ പറയണ്ടല്ല, ഷൂട്ട് ചെയ്ത് മൂവ് ചെയ്ത് പോകാൻ മലയല്ല, ഹമ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കയറി തുള്ളാം. എന്നിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ. അപ്പം ബാക്കി കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പം ഈ കാണുന്നതാണ് ഗെയിം. ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് വേണമെങ്കിൽ അലോ അടിക്കുക, അല്ലെങ്കിൽ അലോ അടിക്കണ്ട. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലോഡായിട്ട് വരും. ഇതിലിപ്പോൾ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെൻ്റെ റെക്കോർഡിങ്ങിന് എപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇതിലൊന്ന് മ്യൂസിക് ഓഫാക്കി. ഇങ്ങനെ എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുവേണം എടുക്കുക, ബാക്ക് അടിച്ചിട്ട് എക്സിറ്റ് അടിക്കുക. എനിക്ക് ഗെയിം നോർമലി കളിക്കുമ്പോൾ പ്രശ്നമില്ല. ഈ റെക്കോർഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ സൗണ്ട് വരുന്നത്. അപ്പം അതങ്ങനെന്തൊക്കെ ആവട്ടെ, എനക്കതിൽ സൗണ്ട് നിങ്ങൾക്ക് വരില്ല. അപ്പം വന്നു കഴിഞ്ഞാൽ ബാക്ക് അടിച്ച് എക്സിറ്റ് അടിച്ച് ഒന്നും കൂടെ ആക്കാം, പ്ലേ ഞെക്കാം. ഇതിലിപ്പം നമ്മൾ ഒരു ഗെയിം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഗെയിമിലേക്ക് കയറി. അപ്പോൾ നമുക്ക് അവിടെ ബുള്ളറ്റ് കാര്യങ്ങൾ കാണിക്കും. ഇത്ര മാത്രമേ കിട്ടുമെന്നുണ്ടാവും. ഇനി അടുത്തേക്ക് ഉണ്ടാവും. ഇവിടെ ഞാൻ ബുള്ളറ്റിൻ്റെ ഓപ്ഷൻ മുകളിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ട, ഈ 2 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് കിട്ടുന്നില്ല. അപ്പം നമുക്ക് എന്താ വേണ്ട, ബുള്ളറ്റ് വേണം. ഇതിൽ ഇനിയിപ്പം അൺലോക്കായ അടുത്തത് കിട്ടുന്നു കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റോർ എടുത്തിട്ടാകുമ്പോൾ സ്റ്റോർ എടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് 2ഉം ഓൺ ഉണ്ട് എന്ന് കാണിക്കും. അപ്പോൾ അത് നമുക്ക് എല്ലാ ബുള്ളറ്റും ഇപ്പോൾ അൺലോക്കായി. ആ സ്റ്റോർ ക്ലിക്ക് ചെയ്യുകയോ വേണ്ടത്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. എന്നിട്ട് നിങ്ങൾ ഗെയിം എടുക്കുക. ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഗെയിം പ്ലേ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ചങ്ങായിനെ കൊന്നു, അടുത്ത ഗണ്ണിലേക്ക് മാറ്റി, ബുള്ളറ്റ് മാറ്റി. ഈ ലൈഫ് എന്ന് പറയുമ്പം നല്ലോണം ഉണ്ടാകും, കാരണം ഇതാക്കിയതല്ലേ. അടുത്തത് ബുള്ളറ്റ് മാറ്റി. അങ്ങനെ നമുക്ക് ഇതിലിപ്പം എല്ലാം ഉണ്ടാവും. ഇതെന്ന് പറയുമ്പം വെള്ളം കണക്കിങ്ങനെ തുള്ളി പോന്നെ അങ്ങനത്തെ ഒരു ഇത് ബുള്ളറ്റാണ്. ഇത് ഫയർ കണ്ട, ഇതിങ്ങനെ ചെറപറാന്ന് വെടിയേക്കാനാവും. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സംഭവം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത്. ഇതിലെന്ന് പറയുമ്പം നോർമൽ ജമ്പ് പോലെയല്ല. നോർമൽ ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ ജമ്പ് ചെയ്തിട്ട് രണ്ടാമത് ജമ്പ് ചെയ്യാനേ പറ്റും. ഇതിൽ 3 വട്ടം ജമ്പ് ചെയ്യാൻ പറ്റും. അതായത് ഒരിക്കൽ ജമ്പ് ചെയ്യുക, രണ്ടാമത് ജമ്പ് ചെയ്യുക, മൂന്നാമത് ജമ്പ് ചെയ്യുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അത് കുറച്ചും കൂടി നമുക്ക് ഉയരങ്ങളിലേക്കെല്ലാം കയറാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പുറം കയറി ഇപ്പുറം പോകേണ്ട അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പം ഓരോരോ ബുള്ളറ്റിൻ്റെ പവറാണ് ഈ കാണിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ബുള്ളറ്റിൻ്റെ പവറും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടില്ല. അപ്പം എല്ലാം കൂടി ഒന്ന് കാണിച്ചിട്ട് ഞാൻ എന്തായാലും ഗെയിം പ്ലേ മതിയാക്കാം. നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടിരിക്കുക. ഇതിൽ ഇതിൻ്റെ ബുള്ളറ്റ് ഓന് കൊള്ളാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന് കൊള്ളുന്നില്ല, ബാക്കി മേലെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഓന് കുറച്ച് കൊള്ളേണ്ട ഭാഗത്ത് പോയിട്ട് നിൽക്കുക. ഇവനാ ലാസ്റ്റ് പേഴ്സൺ. ഇവനെ തീർത്തപാട് അവിടെ ആ കളി തീർന്നു. എല്ലാ പവറും ബുള്ളറ്റിൻ്റെ പവറും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോരോ ലെവൽ ഞെക്കണം. ഇപ്പോൾ 2ാമത്തെ ലെവൽ ഞെക്കിയിട്ട് കൊടുത്താൽ മാത്രമേ 2ാമത്തെ ലെവലിൽ പോകും. അല്ലെങ്കിൽ നമുക്ക് ആ 1ാമത്തെ ലെവൽ തന്നെ വീണ്ടും സ്റ്റാർട്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇനി നോക്കാനുള്ളത് റോക്കറ്റ് പോലത്തെ സാധനമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ ബുള്ളറ്റിൽ ചാവുന്ന സംഭവമാണ്. ഇത് അത്യാവശ്യം കുറച്ച് വളഞ്ഞ് അങ്ങനെയെല്ലാം പോകും. അപ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഇതാക്കണം. ഇത് കിട്ടില്ലോ സാധനം. ഇത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ 10-20 ബുള്ളറ്റിൻ്റെ രീതിയിൽ പവറിൽ വരും. അത് എവിടെയെങ്കിലും വെച്ചാൽ മതി, എല്ലാം ചാവും. കണ്ട, ഒറ്റ വെടിക്ക് ആ ഭാഗത്തിലെല്ലാവരും ചെത്ത് വരും. ഇത് മറ്റേ ഒരു ബോംബ് കണക്കത്തെ സാധനമാണ്. ഇത് എറിയുമ്പം ഇന്ന സ്ഥലത്ത് വീകല്. ഇത് കറക്റ്റ് വീകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇടുന്നെറിഞ്ഞു ഓടെ വീണു, ഓൻ ചത്തു. ഈ സംഭവം ഇത് ഒരു ബോള് പോലത്തെയാണ്. കുറേ ബുള്ളറ്റാണ്, എല്ലാം വീഴും. വീണെടുക്കുക പറ്റ പൊളിയും.
കാര്യങ്ങളെല്ലാം തീർന്നു. അപ്പം ഇതിലിനി അധികം ഒന്നും കാണിക്കാനില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ലേ. നിങ്ങൾക്ക് കളിക്കാൻ അറിയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കൂലേ. പിന്നെ ഞാനായിട്ടെന്ന് പറഞ്ഞു തരാനില്ലേ. ഞാൻ ഒന്നാമത്തെ ലെവല് തീർത്ത് കാണിച്ചു തരുകയും ചെയ്തു. ഇതിപ്പോൾ രണ്ടാമത്തത്. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗണ്ണെടുക്കുക. ലൈഫ് കുറയും കേട്ടോ. ലൈഫ് അതിൽ അവരെ വെടി കൊള്ളുമ്പോൾ കുറയുന്നതാണെന്നുണ്ടാവും. അത് പിന്നെ ഒരാളെ കൊന്നിട്ടാകുമ്പോൾ ലൈഫ് പകുതിക്കുന്ന് കിട്ടും. അപ്പം അങ്ങനെ എടുത്താലും മതി. അത്രയും അതാ മുകളിൽ കണ്ട അവിടെ ഒരു ലൈഫിൻ്റെ ചിത്രം ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മേലെ അതെല്ലാം തുള്ളിയിട്ട് എടുത്ത് കഴിയുമ്പോൾ ലൈഫ് ഇത് കൂടും. ഇപ്പോൾ ഇതാ ഇവരെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് വേറെ ലൈഫ് കിട്ടും. അതാ പോനെ കൊന്നു, അവിടുന്ന് വേറെ ലൈഫ് ഉണ്ട്. അത് വേണമെങ്കിൽ എടുക്കാം. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇപ്പം 158 അതാ 158 പോയി. അപ്പം ഇങ്ങനെ ഓരോന്ന് ലൈഫെല്ലാം എടുത്തു കഴിഞ്ഞാൽ ലൈഫ് കൂടും. ഒരിക്കൽ ചത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ജനിക്കും. കണ്ട 2 വട്ടം ജനിക്കേണ്ടതുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ 3 വട്ടം ജമ്പ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഒരിക്കുക 2 ഇത് 3. അത് 3 വട്ടം നിങ്ങൾക്ക് ഞെക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഏതാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്ത് കളിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിലും വീഡിയോ ഇത്രയല്ലോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.